ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ എങ്ങനെ മുകളിൽ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ഫ്ലാഷ് ബാക്ക്. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഓക്കെ, ആദ്യം നമുക്ക് നീന ഗഹറിന് വലിയൊരു അഭിനന്ദനം നൽകാനുണ്ട്. ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. എന്താണ് നീന ആദ്യം ഈ വിഷയത്തിന്റെ തുടക്കം, ഈ അരവണ പായസ വിഷയം, അതെന്താണ് സംഗതി? അത് ശ്രീ ആരിഫ് ഹുസൈൻ അരവണ പായസം കഴിക്കുന്ന ഒരു വീഡിയോ എനിക്ക് യാദൃച്ഛികമായി എന്റെ ഒരു സ്റ്റുഡന്റ് ആണ് അയച്ചു തന്നത്. അതെനിക്ക് ഇഷ്ടമില്ല. മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കി. യെസ്, എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൊള്ളാം കൊള്ളാം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ടീച്ചർ, നിങ്ങൾ ഇത് കഴിക്കാറില്ലേ, നിങ്ങൾക്ക് ഹറാമാണോ എന്ന് ചോദിച്ചു. കാരണം അതിന്റെ തലേന്ന് കൂടി എനിക്ക് അവർ കൊണ്ടുതന്ന് ഞാൻ കഴിച്ച സാധനമാണ്. ഞാൻ ഫോളോ ചെയ്ത് വരുന്നത് ഈ ഒരു മതമാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് തന്നെയാണ്. പക്ഷേ എന്റെ കുടുംബത്തിൽ എന്നോട് അങ്ങനെ അരവണ പായസം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ഇപ്പം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനം കഴിക്കരുതെന്നോ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടൊന്നുമില്ല. ഒരു ബിസ്മീൻ ചൊല്ലി ഒരു ആഹാര സാധനം കഴിക്കുമ്പോൾ എന്തിനാണ് ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് കുരു പൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതിനുശേഷം 1-2 വീഡിയോ ഞാൻ ആരിഫ് ഹുസൈൻ്റെത് കാണുകയുണ്ടായത്. ജനാധിപത്യത്തിനും മതേതരത്തിനും ഇസ്ലാം മതം എതിരാണെന്ന് കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അങ്ങനെ നമുക്ക് ബോധമില്ലാന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോ താങ്കൾക്ക് ഇഷ്ടമല്ല എങ്കിൽ മതം ഉപേക്ഷിച്ച് പോകുന്നതിന് ആരും എതിരല്ല. അതിനുവേണ്ടി ആരെയും കൊല്ലാനും ഒന്നും ഇവിടെ ആരും ആഹ്വാനം ചെയ്തിട്ടുമില്ല, അങ്ങനെ പറയുന്നുമില്ല. നോണ, കല്ല് വെച്ച നോണ. അരവണ പായസം കഴിക്കരുത് എന്ന് എന്റെ കുടുംബത്തിൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ടീച്ചർ കഴിക്കാതിരിക്കുമായിരുന്നു. ഇതാണ് അവിടെ വരുന്ന ചോദ്യം. അതല്ല ഉദ്ദേശം. അപ്പോ പല കാര്യങ്ങളും ടീച്ചറോട് പറഞ്ഞിട്ട്, ഇപ്പൊ ടീച്ചർ പന്നിയിറച്ചി കഴിക്കില്ല. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? പന്നിയിറച്ചി കഴിക്കരുതെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. കേട്ടതും പരിചയിച്ചതും വെച്ചുകൊണ്ട് ജീവിക്കുന്ന ടീച്ചറെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാത്തതും പരിചയപ്പെടാത്തതുമായ ഒരു നിയമം, അത് കേട്ടതും പരിചയപ്പെട്ടതുമായ മറ്റൊരാള്, ഇപ്പൊ എന്നെ പോലുള്ള ഒരാള് അതിനെക്കുറിച്ചൊരു കാര്യം പറയുന്നു. അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീച്ച് കൂടുതലാണ്. വണ്ടി എടുക്കട്ടെ മോളെ. ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ഒരുപാട് ആളിലേക്ക് പെട്ടെന്ന് എത്തും. സ്വന്തം സ്റ്റുഡന്റ് ഇത് എത്തിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു റീച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇവിടെ ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാത്തൊരു നിയമം, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു നിയമം ഒരാൾ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇസ്ലാമിൽ ഇല്ല എന്നൊരു തെറ്റിദ്ധാരണയാണ് ടീച്ചർക്ക്. ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ് എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യാണ് അവിടെ വരുന്നത്. മതം ഉപേക്ഷിച്ച ആളുകൾ അങ്ങനെയാണ് പോയാൽ പോരെ, ഇഷ്ടമുള്ള മതം നിങ്ങൾക്ക് എടുക്കാം, ഇല്ലാത്തത് തള്ളാം എന്ന ഒരു സൗകര്യം ഇസ്ലാമിൽ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇസ്ലാമിൽ മതം ഉപേക്ഷിച്ചവനെ കൊല്ലണം എന്നതാണ് ഇസ്ലാമിലെ നിയമം. അപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ അത് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും ശ്രീ ആരിഫ് ഹുസൈൻ? എന്റെ മകൻ മദ്രസയിൽ പഠിക്കുന്നു, എന്റെ മകൾ മദ്രസയിൽ പഠിക്കുന്നു. അവരോട് ഇതുവരെ മതം ഉപേക്ഷിച്ചവരെ കൊല്ലാനോ ആരെയും കൊല്ലാൻ ഇതുവരെയും ഒരു ഞങ്ങളുടെ മത അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ എന്റെ സ്കൂൾ തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഓ, എന്നതാടിയാ കൊച്ചിനൊരു കിരികിരിപ്പ്? എന്റെ അന്നമ്മോ, ഓൾക്ക് ഹൈപ്പർ ടെൻഷനാ. ഒട്ടകത്തിന്റെ കുടൽമാല നമസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ടിട്ടപ്പോഴും കൂടെ നിന്നവർ അവരെ പിടിച്ചു മാറ്റാനും ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ അത് ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൽ എങ്ങനെയാണ് മതം ഉപേക്ഷിച്ച ഒരാളെ കൊല്ലാൻ പറയുകയാണ് ഇത് ഈ ഒറ്റ കാരണം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ പറയില്ല. ഇതെല്ലാം ഉസ്താദുമാരെ കൊണ്ട് മാത്രമേ ഞാൻ പറയിപ്പിക്കുകയുള്ളൂ. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഇപ്പോ ഏതാത് சொல்லணுமா? അപ്പോ ഇവിടെ ഞാനല്ലോ പറഞ്ഞു, ഉസ്താദ് തന്നെയാണ് പറഞ്ഞത്. ഇനി കൊടൽമാലയുടെ ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കൊടൽമാല ഇട്ടവനോട് ക്ഷമിച്ചു എന്നാ പറഞ്ഞത്. ക്ഷമിച്ചിട്ടില്ല. അത് ബാഹുബലി 1 ക്ഷമിച്ചത്. ബാഹുബലി 2 ആണ് ഇപ്പൊ നമ്മളിവിടെ കേട്ടത്.
ബദറിൽ ആ ആളെ പിടിച്ച് വെട്ടിക്കൊന്ന്, അതും അയാളോട് നേരിട്ടുള്ള സംസാരം വരെ ഇവിടെ കേൾക്കുകയാണ്. ക്ഷമിക്കൂ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഇല്ല ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അയാളോട് പക വീട്ടുന്ന മുഹമ്മദ് നബീനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് ടീച്ചർക്ക് അറിയില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇത് വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. മറിച്ച് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ, വിശ്വാസത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ തല വെട്ടുന്നത് നമുക്ക് ആ ഒരു ഭയം വേണം. ആ ഭയപ്പാടോടുകൂടി പറയണമെന്നാണ് പുള്ളി അത് പറഞ്ഞു വെക്കുന്നത്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ടീച്ചർ ഇവിടെ ഈ ഇരിക്കുന്ന ഒരു ഇരിപ്പ്, ഇത് മഫ്ത, ഈ പറയുന്ന ഹിജാബ് പ്രോപ്പർ ആയിട്ട് ഇട്ടിട്ടില്ല. തൂക്കിയല്ലോ നാദാ. ഇത് ഇസ്ലാമികപരമായിട്ട് വളരെ തെറ്റാണ്. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാറക്കടോ, ഇനി എന്തോന്ന് നാറാൻ. ഇങ്ങനെ ഇരുന്നതിന്റെ പേരിൽ, ഇതുപോലെ വളരെ തെറ്റായ രീതിയിലുള്ള ഒരു ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിലാണ് മഹ്സ അമീനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഇറാനിൽ അവിടുത്തെ മത പോലീസ് അവിടുത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നിയമം, ശരിയ നിയമം അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ആ പെൺകുട്ടിയെ തല്ലിക്കൊന്നത്. ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? ഹിജാബ് നിയമം എന്താണ് പഠിപ്പിക്കുന്നത്? അത് സ്വതന്ത്ര സ്ത്രീയെയും അടിമ സ്ത്രീയെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ടീച്ചർ മറന്നു പോകുന്നു. അതെങ്ങനെയാണ് ധരിക്കേണ്ടെന്നുള്ളത് മറന്നു പോകുന്നു. അതിൽ ഒരു മുടി ഇഴ പുറത്ത് കാണിച്ചാൽ അത് നരകത്തിൽ പോകുന്ന സാധനമാണെന്ന് ഉസ്താദ്മാര് ഇവിടെ മതം പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ടീച്ചർ മറന്നു പോകുന്നു, കേൾക്കുന്നില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇതെല്ലാം അപ്പൊ ടീച്ചറുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ് ആണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ടീച്ചർ ഇതൊന്നും കേട്ടിട്ടില്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിനക്കൊരു അടിയുടെ കുറവുണ്ടോ, എന്നെ കൊണ്ട് ഇത്രേ പറ്റും. ഇവിടെ പറഞ്ഞു ഈ റേസിസത്തിനെതിരാണെന്നുള്ളത്. കറുത്ത മുന്തിരി തലയനായ അടിമ എന്ന പ്രയോഗം പ്രയോഗിച്ചത് ആരാണ്? അത് മുഹമ്മദ് നബിയാണ്. അപ്പൊ ഈ കറുത്ത അടിമയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹദീസിൽ എഴുതി വെച്ച സാധനമാണ്. ടീച്ചർ തലേ കൈ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് കണ്ടിട്ടുള്ള ആളുകളാണ്. ടീച്ചർ ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഷോക്ക് ഉണ്ടാവും. നമ്മൾ അത് സമാധാനിക്കുന്നത്. എനിക്കത് ശീല പുത്തരിയല്ല. ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. മുഹമ്മദ് നബിയുടെ ഭാര്യ തന്റെ കയ്യിലുണ്ടായിരുന്ന അടിമയെ മോചിപ്പിച്ചപ്പോ അത് മുഹമ്മദ് നബി അറിഞ്ഞപ്പോ മുഹമ്മദ് നബി എന്താ ചെയ്തു? എന്തിനാ അതിനെ മോചിപ്പിച്ചത്? അതിന് നിന്റെ അമ്മാവന് കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തിയ മുഹമ്മദ് നബിനെ നമുക്ക് കാണാൻ കഴിയും. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഒരു പ്രവാചകൻ പറയുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ നമ്മളിവിടെ ഇമോഷണലി ഒരു കാര്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. വളരെ നിങ്ങക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത്? എന്തോ ബുർക്ക ധരിച്ചു, മഫ്ത ഇട്ടു, അങ്ങനെ നടക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർ അങ്ങനെ ജീവിച്ചോളട്ടെ. അവരാരെ എന്നെ, ഞാൻ ഈ വിശ്വാസത്തിലാണെന്ന് കരുതി എന്നെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഇപ്പൊ പ്രവാചകൻ നടത്തിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി പഠിച്ച് തെളിവ് സഹിതം ബോധിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അതെ, അവിടെ ഇന്ന് വിശ്വാസികളോടല്ലേ പറഞ്ഞത്? മദ്രസയിൽ അത് താങ്കൾ പറഞ്ഞതുപോലെ അത് വിശ്വാസികളോടല്ലേ പറഞ്ഞത്? എടുത്ത് മതം വിട്ടവനെ കൊല്ലാമെന്ന് പഠിപ്പിക്കാം, അത് ഓക്കെ ആണെന്നാണ്. അങ്ങനെ ശിക്ഷ ഉണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് മതത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് അദ്ദേഹം മതപുരോഹിതനാണ്. മതം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? അങ്ങനെ ഒരു ഹദീസ് തന്നെ പിന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അറബ് അത് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് കടക്കാത്തത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. മതം വിട്ടവനെ കൊല്ല. താങ്കൾ മതം വിട്ടതല്ലേ? താങ്കളെ ആരെങ്കിലും കൊല്ലാൻ വന്നിട്ടുണ്ടോ? കൊല്ലാൻ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരിക്കലും പറയരുത്. ഒന്നും പണയല്ലേ. ഒരു മുസ്ലിം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ട് ഈ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു നിയമത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നതിന് പകരം അത് വിശ്വാസികളോടല്ലേ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം. എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? അപ്പൊ ഇസ്ലാം അറിയാത്ത ടീച്ചർ എങ്ങനെയാണ് ഇസ്ലാമിൽ ആ നിയമം ഇല്ല എന്ന് പറയുന്നത്? ഒരു കാര്യം എന്നോട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയണേ, ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാരണം ഞാൻ ഡെമോക്രസി ഇല്ല അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെമോക്രസി എന്താണെന്ന് ആദ്യം അറിയണ്ടേ. അപ്പോൾ ഒരു സാധനം എന്താണെന്ന് അറിയാതെ ടീച്ചർ എങ്ങനെയാണ് ഒരു സാധനം തെറ്റാണെന്ന് പറയുന്നത്? ഇത് ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ.
സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞു മറ്റേ മതം വിട്ട മരിച്ച ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു മുഹമ്മദ് നബി. പക്ഷെ എന്താണ് ഉണ്ടായത്? അത് ഒരു ജൂതന്റെ മയ്യത്താണെന്ന് അറിഞ്ഞപ്പോ മുഹമ്മദ് നബി അയ്യോ ജൂതനായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. മുഹമ്മദ് നബി അതൊരു മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് എഴുന്നേറ്റ്. നീ ഒന്നും പണയണ്ട. ഇസ്ലാം അറിയില്ല എന്റെ പൊന്നു ടീച്ചർ, നിങ്ങൾ പോയി പഠിക്കും. എന്ത് തെളിവാ താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ടീച്ചർ ഒന്ന് വായിക്കാവോ? അയ്യോ കാണാൻ പറ്റുന്നില്ലല്ലോ. പൊന്നോ ഒടുക്കത്താ പിന്നെ. ഇല്ല. എന്നാ ഞാൻ വായിക്കാം. ഇബ്നു അബ്ബാസ് said, the messenger of Allah said, whoever changes his religion, kill him. ഹദീസാണ്, സഹീഹ് ഹദീസാണ്. ഇത് അവിടെ നിങ്ങൾക്ക് കാണാം. സുനൻ അൻ-നസായി 4059. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഒരെണ്ണം നിങ്ങൾ തെളിയിച്ച് കാണിച്ചാൽ ഞാൻ എന്റെ ഈ പണി നിർത്തും. ഈ യൂട്യൂബ് ഞാൻ അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങ് തരും. നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ ചെയ്യാം. ഇസ്ലാം മതം അങ്ങ് പ്രചരിപ്പിക്കാം. അല്ലെങ്കിൽ നാളെ ആവട്ടെ. അതായത് 6 വയസ്സ് മുതൽ കല്യാണം കഴിച്ചു, 9 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. അന്ന് ചൈൽഡ് മാരേജിനൊന്നും എഗെയിൻസ്റ്റ് അല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധി അന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ 12, 9, 6 വയസ്സുള്ളവരെയൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ 6ാം വയസ്സും കല്യാണമൊന്നും ഞാൻ ഇവിടെ ഒരിക്കൽ പോലും പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനെ ഗാന്ധിജിയെ സമാഹരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഉസ്വത്തുൽ ഹസന എന്ന് പഠിപ്പിക്കുന്ന ഉത്തമ മാതൃക എന്ന് പഠിപ്പിക്കുന്ന പോലെ ഗാന്ധിജി ഉത്തമ മാതൃകയല്ല. ഗാന്ധിജി ഇരുന്ന് അപ്പിയിട്ട പോലെ നമ്മളോട് അപ്പിയിടാൻ പറയുന്നില്ല എന്റെ പൊന്നു ടീച്ചറെ. എന്നാൽ മുഹമ്മദ് നബി ഇരുന്ന് അപ്പിയിടാൻ പറയുന്ന പോലെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൽ. ടീച്ചർ അറിയില്ലെങ്കിൽ പോയി പഠിക്കൂ. അപ്പൊ മുഹമ്മദ് നബി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നബി 6ാം വയസ്സിൽ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് പിഡോഫിലിയാണ്. അത് ബാലരതി എന്നൊക്കെ പറയുന്ന ആ സാധനമാണ്. അത് ഇന്നാണ് മുഹമ്മദ് നബി ജീവിക്കുന്നുണ്ടെങ്കിൽ പോക്സോ കേസിൽ നിന്ന് ജയിലിൽ കിടക്കും. അതാണ് നമ്മൾ പറയുന്നത്. വേറെ ഹിന്ദു മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ ഒന്നും തന്നെ താങ്കൾ ഇടപെടുന്നില്ല. ഈ ഇസ്ലാം മതത്തിൽ ഇത്രയും ഇടപെട്ട് ഇത്രയും വികൃതമായി ഒരു മതത്തെ കാണുന്നതിന്റെ ചേതോ വികാരം കൂടി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ടീച്ചർ ബയോളജി പഠിപ്പിക്കാറുണ്ടോ? ഇല്ല, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. അതെന്താ ബയോളജി പഠിപ്പിക്കാത്ത? എന്താ ഞാൻ ബയോളജി പഠിപ്പിക്കാത്തത്? വക്കീല് വിളവ് പഠിച്ച പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. അതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയാനാണെങ്കിൽ ഞാൻ ബയോളജിയിലല്ല ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് ഉത്തരം പറയാനുള്ളത്. അതുപോലെ താങ്കൾ ഇസ്ലാമിൽ മാസ്റ്റർ ഡിഗ്രി ഇസ്ലാമിലാണ് എന്റെ മാസ്റ്റർ ഡിഗ്രി. എനിക്ക് അറിയുന്ന പണിയെ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. ടീച്ചർ എങ്ങനെയാണോ ടീച്ചർക്ക് അറിയുന്ന പണി എടുക്കുന്നത് അതേപോലെ എനിക്ക് അറിയുന്ന പണി ഞാൻ എടുക്കേണ്ട പോലെ. അയാൾ നമ്മൾ കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. ഞാൻ അഡ്രസ് ചെയ്തത് ടീച്ചറിനെ അല്ലല്ലോ. ഞാൻ അഡ്രസ് ചെയ്തത് സിംസാറുൽ ഹക്ക് ഹുദവിനെയാണ്. ഞാൻ അഡ്രസ് ചെയ്തത് ബാലുശ്ശേരിനെയാണ്. ഞാൻ അഡ്രസ് ചെയ്തത് തീവ്രമായ മത ആശയം പ്രചരിപ്പിക്കുന്ന സലഫികളെയാണ്. അതിന്റെ ഇടയിൽ ടീച്ചർ എന്തിനാണ് വന്ന് തലയിട്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത് ശരിയാവുന്നത് ഇവിടെയാണ്. ഇപ്പൊ കണ്ടോ? യെസ്. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. താങ്കൾക്ക് എന്നെ ജിഹാദിനെ എന്നെ പറയാൻ പറ്റും? ഞാൻ എങ്ങനെ ജിഹാദിയായെന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? താങ്കൾക്ക് എന്നെ കുറിച്ച് അറിയാവോ? മതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിഹാദ് നന്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജിഹാദി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അത് ശരിയാ, ജിഹാദ് നന്മയാണെന്ന് നിങ്ങൾ പഠിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങൾ ജിഹാദി എന്ന് വിളിക്കുമ്പോൾ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ ഫോളോ ചെയ്തു പോകുന്ന ഒരു ഗുരുനാഥനെ പറ്റി വളരെ മോശമായിട്ട് താങ്കൾ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു സംവാദം പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത്. എന്നെ തേച്ചതാണല്ലേ? ഇസ്ലാമിലെ നിയമമാണ് പറഞ്ഞത്. അതിന് ടീച്ചർ എന്തിനാണ് ഗുരു വെട്ടുന്നതെന്നാണ് അവിടെ നമ്മൾ ചോദിക്കുന്നത്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.